മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വിഭൂതി തിരുനാളായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ്. പൊടിയും ചാരവുമായ നിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ ആത്മാവുമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് വിഭൂതി ഈ തിരുനാൾ ദിവസം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ പൊടിയെടുത്താണ് നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുക. ചാരമെടുത്ത് നമ്മൾ നെറ്റിയിൽ കുരിശടയാളം വരച്ച് കഴിയുമ്പോൾ ആ ചാരം നമ്മളോട് പറയുകയാണ്, നിൻ്റെ ശരീരം പൊടിയും ചാരവുമാകേണ്ടതാണ്. എന്നാൽ നിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ജീവനുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ഈ ആത്മാവിനെയും ജീവനെയും സംരക്ഷിക്കാനുള്ള കടമ പൊടിയും ചാരവുമായ നിൻ്റെ ശരീരത്തിനുണ്ട് എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നോമ്പിൻ്റെ നാളുകളിൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യവിധ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ ആത്മാവുമുണ്ട്. ഈ ദൈവിക ജീവനെയും ദൈവത്തിൻ്റെ ആത്മാവിനെയും നശിപ്പിക്കാതെ, അതിനെ നഷ്ടപ്പെടുത്താതെ ദൈവത്തിന് തിരികെ ഏൽപ്പിക്കാനുള്ള ജീവിതമാണ് ഭൂമിയിലെ ക്ഷണികമായ ജീവിതം. നമുക്കിന്ന് പരിശോധിച്ച് നോക്കാം. എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ് എങ്കിൽ ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തെങ്കിലേക്ക് മടക്കി നൽകാൻ തക്ക വിധത്തിലുള്ള ഒരു ജീവിതമാണോ ഇന്ന് വരെ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനിയുള്ള ജീവിതം, ഈ ശരീരത്തിലുള്ള ഇനിയുള്ള ജീവിതം, ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ജീവനെയും ദൈവത്തിൻ്റെ ആത്മാവിനെയും ദൈവത്തിന് മടക്കി കൊടുക്കാൻ തക്ക വിധത്തിലുള്ള ജീവിതം ആയി തീരട്ടെ. നോമ്പുകാലം എന്നത് ആത്മീയ വസന്തത്തിനായി നിലമൊരുക്കാനുള്ള കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ ആത്മീയ കൃപകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് നമ്മുടെ ജീവിതമാകുന്ന നിലത്തെ ഒരുക്കാനുള്ള കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം. ഈ നാളുകളിൽ നമ്മൾ ദൈവീകമായ കൃപകൾ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ഒരുക്കണം. നമ്മുടെ ജീവിതത്തിന് അതിന് വിരുദ്ധമായ പാപാവസ്ഥകൾ, നമ്മുടെ ബലഹീനതകൾ ഉണ്ട് എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പാപാവസ്ഥകളെയും ബലഹീനതകളെയും മാറ്റി ദൈവകൃപകൾ സ്വീകരിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു നിലമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ നെറ്റിയിൽ ഇന്ന് ഒരു കുരിശടയാളം വരയ്ക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുദ്ര നമ്മുടെ നെറ്റിയിൽ ചാർത്തുകയാണ്. ഈ കുരിശടയാളം നമ്മുടെ നെറ്റിയിൽ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക, ദൈവം നിന്നോട് പറയുകയാണ്, നീ എൻ്റേതാണ് എന്ന്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. ആബേലിനെ കൊന്നതിന് ശേഷം കായേൻ നിലവിളിക്കുകയാണ്, ദൈവമേ സഹിച്ചു ഞാൻ മടുത്തു. അവൻ്റെ നിലവിളി കേട്ട് ദൈവം അവൻ്റെ നെറ്റിത്തടത്തിൽ ഒരു മുദ്ര ചാർത്തി അവനെ സ്വന്തമാക്കി എന്ന് നമ്മൾ കാണുകയാണ്. ഇന്ന് വരെയുള്ള നിൻ്റെ ജീവിതത്തിൽ, ഈ നിമിഷം വരെയുള്ള നിൻ്റെ ജീവിതത്തിൽ തിന്മയുടെ പ്രവർത്തികളുടെ വഴിയിലൂടെ ആയിരിക്കാം നീ കടന്നു പോയിട്ടുള്ളത്. ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തികളായിരിക്കാം നിൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. ഇന്ന് ദൈവത്തിന് മുമ്പിലേക്ക് കടന്നു വന്നിട്ട്, എൻ്റെ ദൈവമേ എനിക്ക് തെറ്റിപ്പോയി, ഞാൻ വീണുപോയി, എന്നോട് പൊറുക്കണമേ എന്ന് നിലവിളിച്ചപേക്ഷിച്ചാൽ ഈശോനാഥൻ നിൻ്റെ നെറ്റിത്തടത്തിൽ ഈ കുരിശിൻ്റെ മുദ്ര ചാർത്തി നിന്നോട് പറയും, നീ എൻ്റേതാണ് എന്ന്. ദൈവത്തിൻ്റേതാക്കി നിന്നെ മാറ്റുന്ന കാലമാണ് നോമ്പ് കാലമെന്ന് നീ തിരിച്ചറിയണം. ദൈവത്തിൻ്റേതായി മാറാനായിട്ട് ഈ നാളുകളിൽ നമുക്ക് പരിശ്രമിക്കാം. ഈ നോമ്പ് കാലം ചിലതിനെയൊക്കെ ചാരമാക്കേണ്ട കാലമാണ് എന്നും ഈ വിഭൂതി തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളിലുള്ള പാപങ്ങളെ നമ്മൾ ചാരമാക്കണം, കഠിന ഹൃദയത്തെ നമ്മൾ ചാരമാക്കണം, നമ്മളിലുള്ള അശുദ്ധിയെ നമ്മൾ ചാരമാക്കണം, നമ്മളിലുള്ള അലസതയെ നമ്മൾ ചാരമാക്കണം. എന്തൊക്കെയാണോ ചാരമാക്കേണ്ടത് അതിനെ ഈ നാളുകളിൽ ചാരമാക്കി നീ തീർത്താൽ നാളെ നിനക്കൊരു പുനരുദ്ധാനമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഈ ദിവസങ്ങളിലെ നിൻ്റെ ജീവിതം ചിലതിനെയൊക്കെ ചാരമാക്കി മാറ്റാവുന്നതിന് വേണ്ടി നീ പരിശ്രമിച്ചാൽ നാളെ നിൻ്റെ ജീവിതത്തിൽ ഉയർപ്പുണ്ട്, നാളെ നിൻ്റെ അധ്വാനങ്ങളിൽ ഉയർപ്പുണ്ട്, നിൻ്റെ വഴികളിൽ ദൈവം ഉയർപ്പ് നൽകുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. കരങ്ങളെ യാചനയോടെ പിടിക്കാം. ഈ ദിവസത്തെയും
ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും അധ്വാനങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ തിന്മകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് തകരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഈശോയെ, ഈ നോമ്പിൻ്റെ നാളുകളിൽ ഈ മക്കൾ ഓരോരുത്തരും നിൻ്റേതായി തീരുമാനമുള്ള കൃപ ഇവർക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.